ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കേലാർജുൻ അച്ചൂസ് വ്ലോഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മളൊരു യാത്രയിലാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മളിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ ട്രിപ്പ് പോവാണ്. വേറെ എവിടെയല്ല, ഫാമിലീൻ്റെ ഒപ്പമാണ്. ഇപ്പം നമ്മൾ പറശ്ശിനിക്കടവിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മളെ യാത്ര ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടി നേരത്തെ മാത്രം ആകിയതാണ്. അപ്പോൾ അതാ നമ്മളങ്ങനെ ബത്തേരിയിൽ നിന്നാണ് നമ്മൾ പോകുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എഡിറ്റിങ്ങിലൂടെയാണ് ഞാൻ ശബ്ദം കൊടുത്തത്. അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒച്ചയായിരിക്കും കേട്ടോ. ഇത് ഗ്ലാസ് പൊക്കിയിരിക്കുകയാണ്, ഭയങ്കര കാറ്റാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഗ്ലാസ് പൊക്കിയാണ്. ഭയങ്കര തണുപ്പാണ് വയനാട്ടിൽ. രാവിലെയൊക്കെ ഭയങ്കര തണുപ്പാണ്, പിന്നെ അത് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാട്ടോ, ഭയങ്കര ചൂട്. ഇതാണ് നമ്മളെ ബേക്ക്. കുറച്ച് ഇപ്പം കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മളങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് പാതിരിപ്പാലാണ്. ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്കാണ് വന്നിരിക്കുന്നത്. കാവാണ് ഗൈസ്. അപ്പോൾ ഈ റോഡ് എന്ന് പറയുന്നത് കൽപ്പറ്റയും കോഴിക്കോടൊക്കെ പോകാനുള്ളവർക്കാണ്. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ഈ അമ്പലത്തിൽ വന്ന് തൊഴുതു. ഇവിടെ റോഡ് സൈഡിലാണ് വണ്ടികൾ ചീറി പാഞ്ഞു പോകുന്നത് കേട്ടോ. ഭയങ്കര തിരക്കാണ് കേട്ടോ, ലോറികളാണ് കൂടുതലൊക്കെ. അപ്പോൾ ഗൈസ്, ഇവിടെ ഞാൻ കാവിൽ പോയിട്ട് തൊഴുതിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മളങ്ങനെ തൊഴുതു വന്നതിന് ശേഷം നമ്മൾ കാറിൽ പോവാണ് കേട്ടോ. ഞാൻ ബേക്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളെ സൂര്യനും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. അതിൻ്റെ സൂര്യൻ്റെ ലൈറ്റാണ് ഇപ്പോൾ അടിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയാവുന്ന പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. അപ്പോൾ നിങ്ങളെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് വിടുക കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പോവാണ്. അങ്ങനെ നമ്മളങ്ങനെ മാനന്തവാടി എത്താനായിട്ടുണ്ട്. നമ്മൾ മാനന്തവാടി കൂടെയാണ് കണ്ണൂർ പോകുന്നത്. നമ്മൾ അങ്ങനെ പോവാണ്. ഇവിടെ തൊട്ടടുത്താണ് വള്ളിയൂർക്കാവ് കാര്യങ്ങളൊക്കെ ക്ഷേത്രമാണ്. ഗൈസ്, നമ്മളങ്ങനെ പോവാണ്. അങ്ങനെ നമ്മളങ്ങനെ മാനന്തവാടി എത്തിയിട്ടുണ്ട്. നമ്മൾ മാനന്തവാടി ടൗണിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് എഡിറ്റിങ്ങിലൂടെ. അപ്പോൾ നമ്മൾ തലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടെയാണ് നമ്മൾ പാൽച്ചുരം ചോരക്കറി പോകേണ്ടത്. അങ്ങനെ നമ്മളങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോകുന്നത്. നമുക്ക് കാര്യമായിട്ട് വഴിയൊന്നും അറിയില്ല. അല്ലെങ്കിൽ നമ്മൾ എല്ലാ വർഷത്തിലും ഒരിക്കലും പോകുന്നതാണ് കേട്ടോ. നമ്മൾ കണ്ണൂരിലേക്ക് പറശ്ശിനിക്കടവിലേക്ക് നമ്മൾ മാനന്തവാടി ഒരു വഴിയിലേക്ക് എത്തി നമ്മളങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലായിട്ട് ഒരു ആനവണ്ടി ഉണ്ട് കേട്ടോ. KSRTC, നമ്മുടെ വയനാട്ടിലത്തെ KSRTC ഉണ്ട്. ഇത് തോന്നുന്നത് ഇരിട്ടി വഴിയിലേക്കാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളെ തണുപ്പൊക്കെ മാറി ചൂടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇളം ചൂടൊക്കെ ആയിട്ടുണ്ട്. അതാണ് ഞാൻ ഗ്ലാസ് ഒക്കെ തുറന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ സേഫായിട്ടിരിക്കുക. നല്ല ചൂടാണ് കേട്ടോ ഗൈസ്, നല്ല ചൂടാണ്. ഇവിടെയും ഭയങ്കര ചൂട് തന്നെയാണ്. അപ്പോൾ കണ്ണൂർ എന്തായിരിക്കും എന്ന് അറിയില്ല. അങ്ങനെ നമ്മളങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്തത് നമ്മളങ്ങനെ പാൽച്ചുരത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് ഹെവി റിസ്ക് ആണ്. ഈ വണ്ടിയൊക്കെ കയറ്റം കയറണമെങ്കിൽ കുറച്ച് റിസ്ക് ആണ്. ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ബാക്ക് വ്യൂ ആണ്, നമ്മളെ വണ്ടിയത്തെ ബാക്കാണിത്. ഗൈസ്, ഇവിടെ ഭയങ്കര സൂര്യനൊക്കെ അടിക്കുന്നുണ്ട്, വെയിൽ. അപ്പോൾ അത് കാരണം അതിൻ്റെ ലൈറ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കയറ്റം, നമ്മുടെ വണ്ടിയിൽ നിന്ന് ഭയങ്കര ഷേക്കിംഗ് ആണ് ക്യാമറ. ഇത് കുറച്ച് കട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴിയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അതില്ലെങ്കിൽ വേറെ വിഷയമൊന്നുമില്ല. നമ്മളിതാ ഇറങ്ങുന്ന പാൽച്ചുരമാണ്. നിങ്ങൾക്ക് അറിയാമെന്ന് കമന്റ് ഇട്ടേക്ക് കേട്ടോ. ഈ ചുരം ഇത് കുറച്ച് റിസ്ക് ആണ്, ഇറക്കവും കയറ്റം തന്നെയാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഒരു ബസ് ഉണ്ട് കേട്ടോ, ചെറിയൊരു മിനി ബസ് ഉണ്ട്. പിന്നെ ഒരു ഷിഫ്റ്റും ഉണ്ട് നമ്മളെ ഫ്രണ്ടിലായിട്ട്. ഒരു വളവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ചുരത്തിന്റെ വീഡിയോ എങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് കാണുക. ഇതുവരെയായിട്ടും വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്ക് കേട്ടോ. അങ്ങനെ നമ്മളങ്ങനെ ചുരമൊക്കെ പകുതി മുക്കാൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഗ്ലാസ്സൊക്കെ കുറച്ച് നല്ല താത്തിയിട്ടുണ്ട്, കുറച്ച് മാത്രമേ പൊക്കിയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ താഴെനാട്ടിലേക്ക് വന്നതുകൊണ്ട് നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വേറെ വന്നല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ ഗൈസ്, നമ്മളങ്ങനെ ചോര ഇറങ്ങിയതിന് ശേഷം നമ്മൾ കൊട്ടിയൂർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ മാസമാണ് ഉത്സവമൊക്കെ. ഇക്കരെ അമ്പലം ഇവിടെയാണ് കേട്ടോ. നമ്മൾ ഈ വഴി കൂടെയാണ് പോയത്.
അപ്പോൾ നമ്മളങ്ങനെ ഫൈനൽ നമ്മളങ്ങനെ പറശ്ശിനിക്കട എത്തിയിട്ടുണ്ട്. നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ കാര്യങ്ങളും പാർക്കൊക്കെ ചെയ്ത് നമ്മളങ്ങനെ ഇറങ്ങി പോവാണ്. നമ്മളിപ്പോൾ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ നടന്നു പോകുന്നത് കേട്ടോ. നമ്മൾ സ്റ്റെപ്പ് വഴി നടന്നു പോകുമ്പോൾ പെട്ടെന്ന് എത്തും. പിന്നെ ഇവിടെ കടകളും കാണാമല്ലോ. പിന്നെ നമുക്ക് ഇവിടെ ഒരു അമ്പലമുണ്ട് നമ്മളെ പറശ്ശിനിക്കടവിൻ്റെ അടുത്ത്. അങ്ങനെ നമ്മളങ്ങനെ പറശ്ശിനി മടപ്പുരൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് ഭാഗം കേട്ടോ. നമ്മളിങ്ങനെ എവിടെയാണ് ഫ്രണ്ട് ഭാഗം കാണിച്ചു തരാം. അതാണ് ഫ്രണ്ട് ഭാഗം. ശ്രീ മുത്തപ്പൻ സന്നിധിയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ടൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച കൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. നല്ല ജനതിരക്കുണ്ട്. ഇവിടെ ബ്ലോക്ക് ആയിരിക്കാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ വീഡിയോ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മളങ്ങനെ മുത്തപ്പനെ കാണാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. പുഴേൻ്റെ ആ ഭാഗത്തേക്ക് നമ്മളങ്ങനെ ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് പോകണം. അങ്ങനെ നമ്മളങ്ങനെ ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഗൈസ് നമ്മളെ മുത്തപ്പൻ ഇരിക്കുന്നത്. മുത്തപ്പൻ ഇവിടെയാണ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ പുഴേൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് മുത്തപ്പനുള്ളത്. അങ്ങനെ നമ്മളിങ്ങനെ പറശ്ശിനിക്കടവ് നമുക്ക് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിവിടെ 3 മണി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ബോട്ടിലും കാര്യങ്ങളൊക്കെ കയറണം എന്ന് അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിൽ കയറാൻ പോവാണ്. ഒരു ബോട്ട് വരണം കേട്ടോ. നമ്മൾ ഒരു 50 രൂപേൻ്റെ ബോട്ടാണ് നമ്മൾ നമ്മൾ ബോട്ടിൽ കയറാനുള്ളത്. അങ്ങനെ നമ്മൾ ബോട്ട് അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. വെറും 50 രൂപയുള്ളൂ. പറശ്ശിനിക്കട ഒക്കെ വന്നാൽ നിങ്ങൾക്ക് വളപട്ടണപ്പുഴയൊക്കെ സുഖമായിട്ട് കാണാം. യാത്ര ചെയ്ത് നിങ്ങൾക്ക് കാണാം. വെറും 50 രൂപയുള്ളൂ. ഒരു അരമണിക്കൂറാണ്. നല്ല രീതിക്ക് യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാനിപ്പോൾ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ഞാൻ ഇരിക്കുകയല്ല, നിൽക്കുകയാണ്. നല്ല രീതിയിൽ കാറ്റും അടിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതാ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു ബോട്ടും പോകുന്നുണ്ട് കേട്ടോ. ഇതാണ് വളപട്ടണ പുഴ. പറശ്ശിനിക്കട ദൂരെന്ന് കാണുന്നുണ്ട്. നമ്മളിങ്ങനെ ദൂരെ അകലേക്ക് പോവാണ്. ഇത് തിരിച്ചു വരും. കുറച്ചൊരു അരമണിക്കൂർ ഒരു ഉല്ലാസ യാത്രയാണെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. നമ്മൾ പോവാണ്. അങ്ങനെ ഞാനങ്ങനെ പുറകിലേക്ക് എത്തിയിട്ടുണ്ട് ബോട്ടിൻ്റെ. ഇവിടെയാണെങ്കിൽ നല്ല വെള്ളം അടിക്കുന്നുണ്ട്. ബോട്ടിൻ്റെ എന്തോ ആണ് കേട്ടോ വെള്ളം അടിക്കുന്നത്. ഇത് ബോട്ട് തിരിക്കാൻ ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു. അതാണ് വെള്ളം അടിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് വേറൊരു ബോട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ കുറേ മീനുകളൊക്കെ ഉണ്ടാവും കേട്ടോ. പുഴയൊക്കെ അല്ലേ. അപ്പോൾ പുഴ മീനുകൾ കുറേ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മളങ്ങനെ ബോട്ടിൽ കയറി ഫ്രണ്ട് നമ്മളെ വ്യൂ എടുത്തിട്ടുണ്ട്. നമ്മളെ മുടിയൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊക്കെ കാറ്റടിച്ച് ചേട്ടൻ വന്ന് തലയൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് 2-3 ബോട്ടുകൾ ഫ്രണ്ടിലും കാര്യങ്ങളും പോകുന്നുണ്ട്. നമ്മളങ്ങനെ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ഇട്ട് തരാം. അപ്പോൾ ബൈ.